പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിന്റെ നാളിനായി മുദ്രയിടപ്പെട്ട പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ നീ ദൈവത്തിന്റെ സ്വന്തമെങ്കിൽ നിന്റെ മേലൊരു മുദ്രയുണ്ട്. നീ ദൈവത്തിന്റെ സ്വന്തമെങ്കിൽ ഇത് എന്റെ വകയെന്ന് ദൈവത്തിന്റെ ഒരു മുദ്രയുണ്ട്. സാത്താൻ തൊടാതിരിപ്പാൻ, ശത്രു പിടിക്കാതിരിപ്പാൻ, ആമേൻ, ശത്രു കൊണ്ടുപോകാതിരിപ്പാൻ. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അതാണ് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. നിങ്ങളത് പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് സഭയെന്നല്ല, ഏത് സംഘടനയെന്നല്ല, നിങ്ങൾ ഒന്ന് യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങളുടെ സകല അക്രമങ്ങളിൽ നിന്നും ആമേൻ രക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് വിശുദ്ധീകരണം പ്രാപിക്കണം. അതിൽ നിന്ന് വീണ്ടെടുക്കപ്പെടണം. രണ്ടാമതായി ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഞാൻ നിന്റെ വക, അങ്ങ് എന്റെ വക. ഹല്ലേലൂയ. ഒരു വിവാഹ ഉടമ്പടി പോലെയാണ്. അതാണ് സ്നാനത്തിൽ എന്താണ്? മരണം വരെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. മരണം വരെ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ലഭിക്കും. മരണം വരെ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ഇതല്ലേ വാഗ്ദത്തം. നിങ്ങൾ സ്നാനമെടുത്തപ്പോൾ ഞാൻ കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിന്റെ മരണം, കർത്താവിന്റെ അടക്കം, കർത്താവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നു. ഇനി ജീവിക്കുന്നത് പുതിയ സൃഷ്ടി. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിനുള്ളവൻ. കർത്താവിന്റെ സ്വന്തം വകയായി ഈ ലോകത്തിൽ ജീവിച്ച് സാത്താനെ ഞാൻ നിന്റെ വകയല്ല, ഞാൻ കർത്താവിന്റെ വകയാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചുകൊണ്ട് ആമീൻ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി, സ്നാനപ്പെട്ട് ഉടമ്പടി ചെയ്തവരായി, ആമീൻ യേശു എൻ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നീ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നീ മരിച്ചാൽ നീ കർത്താവിന്റെ വകയായി മരിക്കുന്നു. അതാണ് കർത്താവിന്റെ വകയായി മരിക്കുന്നവർ കാഹളം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിന്റെ വകയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ ഞൊടിയിടയിൽ രൂപാന്തരപ്പെടും. അങ്ങനെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ നാളിന് വിദൂരതയിലല്ല, ആ നാൾ അടുത്തു വന്നിരിക്കുകയാണ്. വരവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്.